ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഒന്നാം വിമോചന സമരം. ഇപ്പൊ തുടർഭരണമാണ്. മൂന്നാമതും അധികാരത്തിലേക്ക് എത്തും എന്ന് കണ്ടപ്പോഴാണ് ഇപ്പൊ രണ്ടാം വിമോചന സമരം ആരംഭിച്ചിട്ടുള്ളത്. ആ രണ്ടാം വിമോചന സമരത്തിന്റെ മുന്നണി പോരാളികളായി നേരത്തെ ബംഗാളിലുണ്ടായ കൂട്ടത്തെ രൂപപ്പെടുത്താൻ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട്. SUCI, ജമാഅത്ത് ഇസ്ലാമി, ഹിന്ദ്, RSS, BJP, കോൺഗ്രസ് ഐ, അവിടെ തൃണമൂൽ കോൺഗ്രസ് എല്ലാവരും ചേർന്നായിരുന്നു ആക്രമണം. ആ ആക്രമണത്തിന്റെ പൊതുവായൊരു രൂപം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന വിഷം കഴിച്ചു മരിക്കുമെന്ന് പറഞ്ഞ ചില കൂട്ടരുണ്ട്. അവര് എത്ര ബാരല് വിഷം മറ്റേ അച്ചുകൂടങ്ങളിലൂടെ പുരട്ടി ഒഴുക്കി കേരളത്തില്. എന്നിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നത് തടയാൻ കഴിഞ്ഞോ? കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും വരുമെന്നല്ലേ മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പൊ മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ അത് പറയുമ്പോൾ അവർക്കെതിരെ കണ്ണുരുട്ടിയിട്ട് കാര്യമില്ല. ഇത് യാഥാർത്ഥ്യമാണ്. കേരളത്തിന്റെ വികസനം, കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. കേരളീയരും കേരള വിരുദ്ധരും തമ്മിലുള്ള സമരമാണ് കേരളത്തിൽ നടക്കുന്നത്.